ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മൊമോസ്. ഞാൻ നിങ്ങളുടെ ഷെമീസ്. ഇന്ന് വന്നത് 390 ആ റേഞ്ചിൽ 340, 390, 250 ആ ഒരു വിലയിലൊക്കെ ഉള്ള കോട്ടൺ മാക്സി, അതുപോലെ തന്നെ ഷോൾ മാക്സി കോട്ടൻ്റെ ഇതായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഓൾറെഡി പറയട്ടെ, ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അങ്ങനെ ഇങ്ങനെ സംഭവമാക്കി പറയാനൊന്നും എനിക്ക് പറ്റില്ല. അതായത് നോർമലായിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്നും കടകളിൽ നിന്നും ഈ അങ്ങനെയൊക്കെ കിട്ടുന്ന മാക്സികളില്ലേ, കോട്ടൻ്റെ മാക്സി, അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ ടൈപ്പാണ്. 550 രൂപേൻ്റെ ഐറ്റമാണ് ഞാൻ ചെയ്യുന്നത്. മറ്റേത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എൻക്വയറീസ് കുറഞ്ഞ വിലേൻ്റെ കൊണ്ടുവരും വെച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ അത് അറിയാത്തവരാണ് അങ്ങനെ പറയുന്നത്. ഇത് നല്ല വിലേൻ്റെ ഞാൻ കുറഞ്ഞ വിലക്ക് തരികയാണ്. 550 രൂപക്കൊന്നും ഈ മാക്സി എനിക്ക് കിട്ടില്ല. അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഞാൻ തരും. ഇതൊരു യൂട്യൂബ് ചാനലാണ്, എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യുന്നതല്ല, പൊതുവേ ഉള്ളൊരു കണക്കാണ് പറഞ്ഞത്. ഇതാണ് നമ്മൾ ചെയ്യുന്നൊരു ഐറ്റം. ഇങ്ങനത്തെ മാക്സിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 550 രൂപേൻ്റെ. ചില ആളുകളൊക്കെ ഇപ്പം ദുബായ് മാക്സി അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് മാക്സി എന്നൊക്കെ പറഞ്ഞ് തമ്പനയിലൊക്കെ വെച്ച് സാധാ മാക്സികൾ കുറച്ച് ക്വാളിറ്റി കൂടുതലുണ്ടെന്നുള്ളൂ അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് അസാധ്യ ക്വാളിറ്റിയുള്ളൊരു ഐറ്റം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനത്തെയൊക്കെ മാക്സികൾ വേണമെന്നുള്ളവർ ഗ്രൂപ്പ് ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ടാവും, അതിലൊന്ന് ജോയിൻ ചെയ്യുക. അത് കാണാനോ തിരഞ്ഞെടുക്കാനോ പറ്റാത്തവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ 8089971700 എന്ന നമ്പറിലേക്ക് ലിങ്ക് ചോദിച്ചാൽ മതി. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കാൻ നിങ്ങൾ ആഡാക്കി ചെയ്യിപ്പിക്കാനൊന്നുമല്ല, ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവിടെ ചോദിച്ചാൽ മതി. ഇവിടെ കാണുന്നില്ലേ. പിന്നെ ഒരു കാര്യം, ജോയിൻ ചെയ്ത ഉടനെ തന്നെ ചിലപ്പോൾ ഗ്രൂപ്പിൽ പിക്ചർ വരില്ല. നിങ്ങൾ സാധാരണ ഒരു ഓൺലൈൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത പോലെ നിങ്ങൾ നിൽക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് ഭയങ്കര കണക്ഷൻ രീതിയിൽ സംസാരിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹമാണ് എന്നെ വിളിക്കുന്നത്, മെസ്സേജ് ആക്കുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ആ സ്നേഹം ഒരു അസൗകര്യമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെയാണോ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കരുതുക. ഈ സംസാരിക്കുന്ന താത്താനെ അവിടെ വന്നിട്ട് നിങ്ങളൊന്ന് മാറ്റി വെക്കുക. ഇതിൻ്റെ താഴെ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടോ അല്ലാത്ത നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇതിൻ്റെ താഴെ ചോദിച്ചോ. കുറേ ആളുകൾ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചൊരു ഐറ്റം ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വേണം ഗൂഗിൾ പേ നമ്പർ അയക്കുമെന്ന് പറഞ്ഞവർക്ക് ആർക്കും ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രീ ബുക്കിങ്ങിന് പൈസ തന്നവരോടും ഞാൻ പറയുകയാണ്. കാരണം ആ സാധനം വന്നാൽ നിങ്ങൾ അറിയിക്കും. അതിൻ്റെ ഇടയിൽ വന്നില്ല എന്ന് ഒരാളോടല്ല പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് ഫോട്ടോ ഇട്ടെന്ന് വരില്ല. കാരണം ഇത് ഹോൾസെയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10 ഫോട്ടോ മോഡലിൽ കാണിച്ചു കഴിഞ്ഞാൽ 100-300 ആൾക്കാർ അത് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ആളുകളുടെ പാക്കിങ് അയക്കൽ അങ്ങനത്തെ ഇങ്ങനത്തേക്ക് ആകുമ്പോൾ 2 ദിവസം തിരക്കാവും. അതിനിടയിൽ ഏതെങ്കിലും ഒരു ഐറ്റം കുറച്ച് ബാലൻസുള്ള ഗ്രൂപ്പിൽ അപ്പെടും. അല്ലെങ്കിൽ ബോക്സ് വരുമ്പോൾ ഒരു 100 പീസ് 80 പീസ് 50 പീസ് ആയിട്ടാണ് ബോക്സ് വരുന്നത്. അപ്പോൾ അത് പൊട്ടിക്കുന്ന വീഡിയോ നിങ്ങൾ കാണിച്ചു തരുന്നതാണ്, അല്ലാതെ വലിയൊരു സംഭവമൊന്നുമില്ല. അപ്പം പറയാൻ ഉദ്ദേശം വരുന്നില്ല. എല്ലാവരും കുറഞ്ഞ റേറ്റിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ്. 340, 390 ആ റേഞ്ചിലൊക്കെയാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി കാണിച്ചു തരാൻ പോകുന്ന മാക്സിൻ്റെ റേറ്റ് വന്നിട്ട് 340, ഷിപ്പിംഗ് 50 രൂപയാണ് കേട്ടോ. 340 ഷിപ്പിംഗ് 50 രൂപ, അങ്ങനെ 390 ആണ് നിങ്ങൾ തരേണ്ടത്. ഇത് റെഗുലറായിട്ട് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. പലരും വില കുറഞ്ഞത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നാണ്. അതിനു വേണ്ടി ഈ ഒരു ഐറ്റം എപ്പോൾ നോക്കിയാൽ എൻ്റെ കയ്യിലുണ്ടാവും. നിങ്ങൾക്ക് വല്ല കല്യാണ പാർട്ടികൾക്കോ അല്ലാത്തതിനൊക്കെ ബൾക്കായിട്ട് ഒരേപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾ മുൻകൂട്ടി ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകം ഞാൻ അടുത്ത് പറയണേ, ഇതുമൊരു അഫോർഡബിൾ പ്രൈസ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നോർമലി എല്ലാവരും ഇടുന്ന റേറ്റ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. 340 റേഞ്ചൊക്കെ തന്നെ. ചില സ്ഥലത്തൊക്കെ കടകൾ ചിലപ്പോൾ കുറച്ച് കൂടുമെന്ന് അറിയില്ല. പ്ലെയിൻ മാക്സിയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ബ്ലാക്ക് കാണിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക്. ഇത് ഞാൻ ഇട്ട് നോക്കിയാണ്, ഇത് എൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ആണ് കേട്ടോ, അത് ചോദിക്കേണ്ട. അപ്പോൾ ഇത് ഇല്ലേന്ന് ചോദിക്കണ്ട, ഇതിൻ്റെ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ളതാണിത്. ഇതിന് ഷോളാണ്. 340 രൂപ കേട്ടോ. ഷിപ്പിംഗ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഷിപ്പിംഗ് വേണം. ഷിപ്പിംഗ് എനിക്കാണ് 50 രൂപക്ക് കിട്ടുന്നത്. നിങ്ങളൊന്ന് അയക്കാൻ പോയക്ക് 50 രൂപക്ക് കിട്ടില്ല. നല്ല ഷോളാണ് കേട്ടോ, നല്ലൊരു ഐറ്റം. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനത് എടുത്തതാണ് കേട്ടോ. ബ്ലാക്ക് പ്ലെയിൻ കോട്ടൺ മാക്സി, എംബ്രോയ്ഡറി നെക്ക്. ഇതിന് വീതിയും നീളമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് ഇതിൻ്റെ ഷോളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ഷോളാണ്. ഷോൾ നല്ല രസം, നല്ല കനം കുറഞ്ഞ ഷോളാട്ടോ. കലക്കി നമ്മൾ തലയിലിട്ട് അങ്ങനെ കനം കുറഞ്ഞ് നല്ല രസത്തിലിടാൻ പറ്റും. പിന്നെ കുറേ ഡൗട്ടുണ്ട്, അങ്ങനെ കീറോ ഇങ്ങനെ പെയിൻറ്റ് പോവോ അങ്ങനെ ആക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് വെച്ചാൽ ലോക്കലല്ലത്, ലോക്കൽ സാധനം ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എല്ലാവരും മുമ്പിലേക്ക് ഇടുമോ. നിങ്ങൾ പൊതുവെ ഒരു കടയിൽ പോയിട്ട് എടുത്താൽ എന്താ സ്ഥിതി അതേപോലെ വിചാരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഇതിന് വീതി നമ്മൾ ടാപ്പടെ ഞാൻ പറഞ്ഞുതരാം.
ഇത് വന്നിട്ട് കറക്റ്റ് 24 നിൽക്കുകയാണ് കേട്ടോ. കറക്റ്റ് 24, ഒരു തുമ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടേക്കോ ഇല്ല. കറക്റ്റ് 24 നിൽക്കുന്നത്. ഇനി വയറിൻ്റെ അവിടെ നോക്കട്ടെ കേട്ടോ. ഏകദേശം ഇവിടെ വെറുതെ എടുത്ത് നോക്കിയതാ കേട്ടോ. അപ്പോഴും ഒരു 24 കണക്ക് തന്നെ താഴേക്കും വരുന്നത്. വല്ലാണ്ട് വിരിച്ചിൽ ഇല്ല. താഴെ 24 ഉണ്ട്, അല്ലാതെ വല്ലാണ്ട് വിരിച്ചിലില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. കഷ്ടി 24. എനിക്കിത് പാകാണ് കേട്ടോ. ഞാൻ എടുത്ത് നോക്കി ഇറക്കും. ഞങ്ങളിതൊന്ന് മെഷർ എടുത്ത് നോക്കിയതാണ് കേട്ടോ. 56 ലെങ്ത്ത്. പിന്നെ ചെസ്റ്റ് വന്നിട്ട് 22. അരേൻ്റെ അവിടെ വന്നിട്ട് 23. ഈ 22, 23 കറക്റ്റ് അളവാണ്. കൂടുതൽ അങ്ങോട്ടോ ഇങ്ങോട്ടേക്കോ ഇല്ല. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് ചില ആൾക്കാർക്ക് അറിയേണ്ടി വരും. ഇത് പിടിച്ച മോളെ 21 സ്ലീവ് ഉണ്ട് കേട്ടോ. 21 സ്ലീവ് ലെങ്ത്തും ഉണ്ട്. ബ്ലാക്ക് ഉണ്ടല്ലോ, ബ്ലാക്ക്. അതിൽ വന്നിട്ട് ദുപ്പട്ട ഷോള് പക്ക കോട്ടൺ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി അടുത്ത കളർ കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഒക്കെ 3 സെറ്റേ ഉള്ളൂ കേട്ടോ. എല്ലാം സെയിം തന്നെയാണ്. 1, 2, 3 നെക്ക് വരെ ശരിയാണല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് 3 ഉണ്ട്. പക്ഷെ ഇതിൻ്റെ നെക്ക് കണ്ടില്ല നിങ്ങൾ? ഇതൊന്ന് പിടിക്കുമ്പോളെ പറയാം കറക്റ്റ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ നെക്ക് ഡിസൈൻ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ്. ഇതിൻ്റെ നെക്ക് ഡിസൈൻ വന്നിട്ട് ഒരു പച്ചയാണ്. ഷോളെല്ലാം സെയിം തന്നെ കേട്ടോ. പച്ചയാണെന്ന് കരുതിയിട്ട് ഷോള് മാറുന്നു അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിൻ്റെ ഷോള് സെയിം ആണ് വരുന്നത്. ഇനി അടുത്ത കളർ കാണിച്ചു തരാം. കണ്ടില്ലേ? നല്ലൊരു ബ്ലൂ ആണ്. എല്ലാം 3 ഉള്ളൂ. എല്ലാം ഒരളവാണ് കേട്ടോ. അളവ് വേറെ ഒന്നല്ല. റേറ്റ് കുറവിൻ്റെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കൊണ്ടുവന്നതാണ്. ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിരുന്നു. ഏതോ 2-3 ആൾക്കാർ ഇതിൽ ഏതൊക്കെ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് കൂടിയോ കുറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും നിങ്ങൾ വന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇതൊരു നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. നല്ല അടിപൊളി ബ്ലൂ അല്ലേ? ഇതിൻ്റെ നെക്ക് കണ്ടില്ല നിങ്ങൾ? ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. 56 സൈസ്. എനിക്ക് ഇറക്കം 56 വേണ്ട. വീതി വണ്ണൊക്കെ ഇത് വേണം. എന്നാത്തിന് വയറിന് അവിടെ ഒരു പിടുത്തുണ്ട്. വയറ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഡബിൾഎക്സ് ഉള്ളവർക്ക് കറക്റ്റ് തന്നെയാണ്. എന്നാലും ഇവിടെ ഒരു 24 അത്ര തന്നെ വരുന്നുള്ളൂ. 24, 25. ഇവിടെ 24 വരുന്നുള്ളൂ. കൈയിൻ്റെ നീളവും പറഞ്ഞു കഴിഞ്ഞു. സിബാണ് കേട്ടോ. കുഞ്ഞ് സിബാണ്, വലിയ ചക്ക സിബല്ല. ഇതിൻ്റെ ഷോള് വന്നിട്ട് കുറേ ആൾക്കാർ ഇങ്ങനത്തെ പ്രിന്റ് പോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പ്രിന്റ് തന്നെയാണ് ഇപ്പോൾ നെയ്റ്റി മൊത്തം കളിക്കുന്നത്. ഈ ഒരു പ്രിന്റിൽ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാൾ തൊട്ടിട്ട് നെയ്റ്റി വരുന്നത്. മൊത്തം ഇങ്ങനത്തെ പ്രിന്റിൽ തന്നെയാണ്. ഞാൻ ഇങ്ങനത്തെ പ്രിന്റ് കഴിഞ്ഞ പെരുന്നാൾക്ക് കുറച്ച് ഇറക്കിയിട്ട് റിട്ടേൺ ആക്കി. പിന്നെ കുറച്ച് നേരം കൊണ്ട് ഷാമോളെ ആ ഒരു നെയ്റ്റീൻ്റെ വീഡിയോയിൽ സെയിം സാധനം, ഷാമോൾ നെറ്റി കളക്ഷൻ സെയിം സാധനം ഞാൻ വിചാരിക്കും ചെയ്തിട്ട് എല്ലാവരും എടുക്കും. ഞാനത് ഒഴിവാക്കും. നല്ല ഭംഗിയുള്ളൊരു ഐറ്റേനും ഞാൻ ഇറക്കിയ അതേ സാധനം. അപ്പോൾ കണ്ടില്ല? ഇതിൻ്റെ ദുപ്പട്ട കണ്ടില്ലേ? ദുപ്പട്ടൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ നൈസ് കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ എന്ന് പറയാം. ഇതും സോഫ്റ്റ് കോട്ടൺ തന്നെയാണ്. ഇങ്ങനത്തെ ഇടാൻ ഇഷ്ടമുള്ളവർ ഒരുപാടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, ബ്ലൂ ആണ് വരുന്നത്. ഈ 3ാമത്തെ കളർ ഇതാണ്. സെയിം ദുപ്പട്ട തന്നെയാണ്. അതിൻ്റെയൊക്കെ നെക്ക് വ്യത്യാസം ഉണ്ടാവും മോളെ? ഇല്ലല്ലോ. നെക്ക് വ്യത്യാസം ഉണ്ട്. അത് ചോദിക്കാം, കാണിച്ചെടുക്കാൻ പറഞ്ഞു. ഇല്ല, ബ്ലാക്കിൽ മാത്രമേ നെക്ക് വ്യത്യാസം വന്നിട്ടുള്ളൂ. ബ്ലൂവിൽ സെയിം നെക്ക് തന്നെ 3 വന്നിട്ടുള്ളൂ കേട്ടോ. ബ്ലാക്കിന് മാത്രം 3 ഡിഫറെൻറ്റ് നെക്സാണ് വന്നിട്ടുള്ളത്. ഇതും സെയിം തന്നെയാണ് നെക്ക് എല്ലാം വന്നിട്ടുള്ളത്. പൊട്ടിക്കണം, അവർക്ക് കാണണ്ടേ, അതല്ല ഇപ്പൊ അവരെപ്പോഴും പറയുന്നു. ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് തന്നെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ചില ആൾക്കാർക്ക് നിവർത്തി കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി. അപ്പം പിന്നെ അതങ്ങോട്ട് തീരട്ടെ. നല്ലൊരു കളർ കേട്ടോ. ഈ കളർ എന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഇതിനൊരു പ്രത്യേകിച്ച് ചില ആൾക്കാർക്ക് റെഡ്, ചില ആൾക്കാർക്ക് ബ്ലൂ, അങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ ബ്ലാക്കും ഇങ്ങനത്തെ കളർ ഡ്രസ്സൊക്കെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസ് ഇല്ല. അത്യാവശ്യം വലുപ്പമുള്ള ഷോളാട്ടോ. നല്ല അത്യാവശ്യം വീതി, പാകത്തിന് വീതിയും നല്ല നീളമൊക്കെ ഉള്ള ഷോളാണ്. ഇത് അലക്കി കഴിഞ്ഞ് ഒന്നും കൂടി കുഴയാന്നിരിക്കും. നല്ല ഷോളാട്ടോ തോന്നിട്ടുള്ളത്. കണ്ടില്ലേ? ഇനി അടുത്ത കളർ കാണിച്ചു തരാം. എല്ലാം നല്ല കളേഴ്സാട്ടോ. ഇപ്പം നമ്മൾ 3 കളറല്ലേ കാണിച്ചത് മോളെ? ബ്ലാക്ക്, ബ്ലൂ, പിന്നെ ഈ കളർ ഇപ്പം എന്താണ്? ആഷ് അല്ലേ? പിന്നെ ഈ ഒരു കളർ നല്ല മെറൂണാണ്. മെറൂണും അല്ല, പിന്നെ മുന്തിരി മെറൂൺ തന്നെ അല്ലേ? ഇളം കളർ.
ലൈറ്റ് ഞാൻ പണ്ട് ഇഷ്ടിക കളർ എന്നൊക്കെ പറയാം, അതിൻ്റെ കുറച്ച് ഡാർക്ക് മെറൂൺ തന്നെ, ലൈറ്റ് മെറൂണ് ഉണ്ടല്ലേ. അതിൻ്റെ ഷോള് വന്നിട്ട് ഇങ്ങനെയാണ്, 340 രൂപ, ഷിപ്പിങ് 50 രൂപ കേട്ടോ. പിന്നെ ധൃതി കൂട്ടുന്നവർ എടുക്കാൻ നിൽക്കേണ്ട, അത് ആദ്യം അത് പറയട്ടെ. നിങ്ങൾക്ക് ഒരു 7 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം സാധനം എടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ അയച്ചോ എനിക്ക് ചോറ് താൻ തോന്നില്ല, നിസ്കരിക്കാൻ തോന്നില്ല, ബാത്റൂം പോകാൻ തോന്നില്ല, താത്ത അയച്ചോ അറിയായിട്ട് നിങ്ങളെന്താ മിണ്ടാത്തത്, നിങ്ങൾ പൈസ മാത്രം മതി, എന്തൊക്കെയാ ആൾക്കാർ ചോദിക്കുന്നറിയാം. അങ്ങോട്ട് ഓൾറെഡി പറയാണ്, ഞാനിത് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുള്ള സാധനമാണ്. പക്ഷെ അതൊക്കെ ഒന്ന് പാക്കാക്കി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമാവും. ഇവിടെ സ്റ്റാഫോ കാര്യങ്ങളോ വലിയ സംഭവമോ കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പം ഞാൻ എൻ്റെ ആ ഒരു രീതിക്കാണ് നിങ്ങൾക്ക് തരുന്ന വിലയും അത്യാവശ്യം വലിയ വിലയൊന്നും ഇട്ടിട്ടൊന്നല്ല തരുന്നത്. പക്ഷെ എന്നാൽ ഇതിലെനിക്ക് കുറച്ചും കൂടി കുറച്ച് തരാൻ പറ്റായിട്ട് ഒരു അടങ്ങേറുണ്ട്. പക്ഷെ ഇതെനിക്ക് അങ്ങനെ തരാൻ പറ്റില്ല, കാരണം ഞാൻ അങ്ങനത്തെ ഒരു റേറ്റിലെടുത്ത്, കാരണം നമ്മൾ അവിടെ പോയിട്ട് അങ്ങനെ നിർത്തുന്നല്ല. ഇവർ ഇത് ചെയ്യുന്ന ഹോൾസെയിലർ പക്ക ഹോൾസെയിൽ അയച്ചു തരുന്ന ടീമല്ല, ഒരു ഇച്ചിരി മാർജിൻ അവരും കൂടി എടുത്തിട്ടാണ് എനിക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് ഈ റേറ്റിലേ പിന്നെ തരാൻ പറ്റുള്ളൂ. ഇത് വന്നിട്ടൊരു ലാവൻഡർ കളറാണ് കേട്ടോ, നല്ല അടിപൊളി കളറല്ലേ. ഓള് പറയുന്നത് പൊളിക്കേണ്ടാണ്, പൊളിക്കാതിരിക്കാൻ പറ്റില്ല മോളെ. അവരിപ്പോൾ ഇത് കാണാനായിട്ട് നിൽക്കുക. എടുക്കുന്നവർക്ക് ഇപ്പം എൻ്റെ ക്വാളിറ്റി മനസ്സിലായിട്ടുണ്ട്, എന്നെ മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെയാണെങ്കിലും എടുക്കും. അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത്. ഇതിന് നിൽക്കണ്ടില്ലേ, നല്ലൊരു ഫാൻസി യോക്കാണ്. ഇത്ര ഞാനിപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഡാർക്ക് വയലറ്റ് പോലെ തോന്നുന്നുണ്ട്, അങ്ങനെയല്ല, ലൈറ്റാണ് കേട്ടോ. അത് ലൈറ്റ് ലാവൻഡറാണ്. എനിക്ക് അങ്ങനെ കാണുമ്പോൾ തോന്നാണ്, വീഡിയോ എടുക്കുമ്പോൾ കുറേ അറിയില്ല, പക്ഷെ സംസാരിക്കുന്ന ഇപ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ ലൈറ്റ് ലാവൻഡർ കളറാണ് കേട്ടോ. ഇതതിൻ്റെ ഷോളാണ്. അപ്പോൾ ഇത് വന്നിട്ട് ലൈറ്റ് ലാവൻഡർ കളറാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മമ്മൂസൊക്കെ വന്ന് എന്തൊക്കെയോ സംഭവിച്ച് കട്ട് ചെയ്തിട്ടുണ്ടാവണം പറയുന്നതൊക്കെ. കുറേ ആൾക്കാർ സംസാരം കുറക്കാത്താറുണ്ട്. എന്നെക്കൂടി ഞാൻ സംസാരം കുറച്ച്. ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ്സിനാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഫോട്ടോ ഗ്രൂപ്പിലിട്ടാത്തന്നെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് തന്നെ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്ത് പറയായിട്ട് അവർക്ക് തന്നെ റിപ്ലൈ മര്യാദ കൊടുക്കുന്നില്ല. അവർക്ക് തന്നെ സാധനത്ത് അത്രയും തിരക്കാം, ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. എന്നാലും അറിയിക്കണമല്ലോ എല്ലാവരെയും ഇങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ അത് ചെയ്യും വേണം കൂട്ടത്തിൽ. ഞാൻ എന്താണ് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചത്. പക്ഷെ കുറേ ആൾക്കാർ സംസാരം ഇന്നലെ ഫുൾ അങ്ങനത്തെ ഒരു കമൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കില്ല. അപ്പോൾ നല്ലൊരു ലാവൻഡർ കളർ 3 ഉണ്ട്, 22 ചെസ്റ്റ്, 56 ലെങ്ത്ത്. ഇതൊരു വെറൈറ്റി കളറാണ്. ഇത് ഒരു മുന്തിരി കളർ ചേർന്ന് നിൽക്കണോ വെച്ചാൽ ഉണ്ട് എന്ന് അറിയണ്ടേ, പക്ഷെ മെറൂൺ തന്നെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട മെറൂൺ അല്ല, ഇത് ഒന്നും കൂടി ഡാർക്ക് മെറൂണാണ്. മറ്റേത് ലൈറ്റ് മെറൂണാണ് കേട്ടോ, ഇതൊന്നും കൂടി ഡാർക്ക് മെറൂണാണ്. വല്ലാതെ തടിയുള്ളവർക്ക് ഇത് പറ്റില്ല. അതായത് ഡബിൾ എക്സൽ പറ്റും, താഴേക്ക് നല്ല വിരിവൊക്കെ വേണമെന്നുള്ളവർക്ക് ഇത് പറ്റില്ല, അത്രയേ ഉള്ളൂ. നല്ല ഷോളാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു ഷോള് ഇങ്ങനെ എടുക്കണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് സാധനങ്ങൾ വേണം. പൈസ ഇട്ടെങ്കിൽ കുഴപ്പമില്ല താത്ത, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളി എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നല്ലൊരു പച്ച ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ, ഡാർക്ക് ഗ്രീൻ അല്ല. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഒരു കുഞ്ഞു വേറെ പ്രിൻ്റാണേ. കണ്ടോ, ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഷോള് നല്ല ഭംഗിയുണ്ട്. ഇത് പണ്ട് എനിക്ക് തോന്നുന്നത് ഇനി പറഞ്ഞ തെറ്റാവുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഇത് ചിലപ്പോൾ തെറ്റായിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ ഉമ്മാക്കുണ്ട് ഒരു ഓയിൽ സാരി എന്നൊക്കെ പറഞ്ഞൊരു സാരി, കോട്ടനാണ്, അലക്കി കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ട് ഓയിൽ സാരി എന്ന് വെച്ച് പറയുക. ആ ഒരു ഓയിൽ സാരിയിൽ ആ ഒരു കോട്ടനൊക്കെ തോന്നുന്നു എനിക്കിത് കണ്ടിട്ട്. തെറ്റാണോ പറഞ്ഞതെന്ന് അറിയില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നുക. അപ്പോൾ അതിൽ വന്നിട്ട് 1 2 3 കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഷോൾ മാക്സി കളക്ഷൻസ് ഉള്ളത്. ഒരു ഗ്രീൻ, നല്ലൊരു ലാവൻഡർ മെറൂൺ എന്നൊക്കെ പറയേണ്ടി വരും ഇതിനെ. ഇങ്ങനത്തെ ഒരു മെറൂണ്, ഈ ഒരു ബ്ലൂ, ഈ ഒരു കളറ്,
പിന്നെ നല്ലൊരു ലാവൻഡർ കളറ്, പിന്നൊരു ഡാർക്ക്, പിന്നെ ഒരു ലൈറ്റ് മെറൂൺ കേട്ടോ. ഇതിലൊരു മുന്തിരി കളറും പിന്നെ മെറൂൺ കളറും എല്ലാം കൂടി ഒരു മിക്സ് പോലെ തോന്നുന്നു എനിക്ക്. ഇവിടെ ബ്ലാക്ക് കളർ, ബ്ലാക്കിൽ മാത്രം 3 തരം നെക്ക് കേട്ടോ. അപ്പോൾ 1 2 3 4 4 5 6 7 കളേഴ്സിലാണ് ഷോൾ മാക്സി വന്നിട്ടുള്ളത്. 340 രൂപ. ഇനി വന്നിട്ട് ഷോൾ മാക്സി അല്ല, പ്രിന്റ് മാക്സി ആണ്. സാധാ നോർമൽ മാക്സി ആണ്. റേറ്റ് വന്നിട്ട് 230 250 ആ റേറ്റിൻ്റെ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു അഫോർഡബിൾ പ്രൈസ് അല്ല, നോർമൽ റേറ്റ് ആണ്. ഓപ്പൺ ആക്കി കാണിക്കാം അല്ലേ. ഇതൊക്കെ മടക്കി വെക്കണമെന്നുണ്ടെങ്കിൽ പണികളൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ പോരല്ലോ. കോട്ടൺ മാക്സി ആണ്. ഈ പ്രിന്റ് കണ്ടില്ലേ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 230 രൂപ കേട്ടോ. 230 പ്ലസ് ഷിപ്പിംഗ് 50 രൂപ. ഇത് 2 വരെ 50 പോവും. മൂന്നാമത്തേന് 15 രൂപ വെച്ചിട്ട് വേണം. കാരണം ഡ്രസ്സ് നെയ്റ്റിയാണ്, കുറഞ്ഞ നെയ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നുമില്ല, ഒരു 5 രൂപ നഷ്ടം പറ്റിയാൽ തന്നെ ഭയങ്കര ഇതാണ്. അപ്പോൾ 2 മാക്സിക്ക് 50 രൂപ. പിന്നെ വരുന്ന ഓരോ പീസിനും 15 രൂപ ഷിപ്പ് ചാർജ് കണക്കൂട്ടിയാൽ മതി. ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ്. വേഗം കാണിക്കട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ കളറ് 230 രൂപയിൽ. ഈ മൂന്നാമത്തെ കളർ ഇതാണ്, 230 രൂപ. കണ്ടില്ല നിങ്ങൾ, 56 സൈസാണ് മാക്സി കേട്ടോ. 56 സൈസ്. 56 എന്നോട് പറഞ്ഞാൽ മതി എനിക്ക്. പക്ഷെ എന്നാലും കാണിച്ച് തരുമ്പോൾ എല്ലാം കൃത്യമായി കാണിച്ചു തരണ്ടേ. ഇനി വന്നിട്ട് നല്ലൊരു പച്ച. ഇതിൻ്റെ വർക്ക് മറ്റേ സൈഡാണ്. ഫോട്ടോ എടുത്തില്ലേ? സ്ക്രീൻഷോട്ട് എടുക്കുക. 8089971700 808 71700. ഇതിലേക്ക് ഗൂഗിൾ പേ നമ്പറോ ഫോൺ പേ നമ്പറൊക്കെ ഇത് തന്നെയാണ്. എന്നിട്ട് പേയ്മെൻറ്റ് ഇട്ടാൽ മതി. അതിത് ഉണ്ടോ എന്ന് ചോദിച്ചോ, വേണമെന്നുള്ളവർ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചോ. അതുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇടുക. ഇനി അതല്ല 230 രൂപ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഇനി ഏതില്ലെങ്കിൽ ഏതെങ്കിലും ഒന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇത് വന്നിട്ട് ഇത് വൈൻ കളർ ആട്ടോ, ഡാർക്ക് വൈനാണേ. മമ്മൂസിൻ്റെ 1ാമത്തെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വൈനിൻ്റെ ഡ്രസ് കോമ്പോ ഇട്ട്, മമ്മു ഞാനും ഇക്കയൊക്കെ വൈനായിരുന്നു. വൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈൻ കളർ. അങ്ങനെ അടുത്തേക്ക് വന്നപ്പോൾ ഒന്നും കൂടി കാപ്പി കളറല്ല കേട്ടോ, ഡാർക്ക് വൈനാണ്. നല്ല ഭംഗിയുള്ള മാക്സികളാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതിൻ്റെ അരേൻ്റെ വീതി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് തോന്നിയത് കുറച്ചും കൂടി വീതിയുള്ള പോലെ. ഞാൻ നോക്കട്ടെ. എനിക്കിത് പിടിച്ചപ്പോൾ തോന്നി നമ്മൾ ബ്ലാക്ക് പോലെയല്ല, കുറച്ചും കൂടി വീതിയുള്ള പോലെ. അപ്പോൾ ഇത് താഴേക്ക് ഒരു 25-26 വീതി വിരിച്ചിൽ താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. മേലെ 24 വരുന്നത്. മറ്റേത് ഞാൻ പറഞ്ഞ കറക്റ്റ് ഓർമ്മ ഉണ്ടല്ലോ, ഇത് അത്ര വരുന്നുണ്ട്. 24 മേലെയും വരുന്നുണ്ട്, താഴേക്ക് ഒരു 25 ആയിട്ട് ഇങ്ങനെ കുറച്ച് വിരിച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ വൈൻ കളറ് റിഫ്ലക്ഷൻ വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ ഞാൻ കളർ പറയും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ കളർ തന്നെയാണ്, എന്നാലും ലൈറ്റൊരു മങ്ങും പോവും. ഇത് എൻ്റെ കോഫി കളറാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇങ്ങനത്തെ കണ്ടില്ലേ, നല്ല 2 ഡിസൈനിലാണ് ഇത് വരുന്നത്. കുഞ്ഞ് പ്രിൻറ്റും പിന്നെ അതേപോലെ ഒരു സൈഡ് പ്രിൻ്റൊക്കെ ആയിട്ട്. 230 പ്ലസ് ഷിപ്പിംഗ് 50 രൂപ. ഇതെന്ത് കളറുകളോട് പറയാം, ഇതിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ഇത് കേട്ടോ. എന്ത് കളറാണ് പറയട്ടെ, ലാവൻഡറിൻ്റെ എന്താ പറയുക, ഇതും ഒരു ലാവൻഡർ കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ലൈറ്റാണ്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നല്ലൊരു വെറൈറ്റി കളർ കേട്ടോ. ഇത് താഴെ കുറച്ച് വിരിച്ചിലുണ്ട്. റേറ്റ് തന്നെയാണ്, കൂട്ടിയിട്ടൊന്നുമില്ല, കൂടിയ വില ഒന്നുമല്ല. ഞാൻ ഇവരുടെ അടുത്ത് തന്നെ മാക്സി വാങ്ങിയിട്ട് കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ സെയിലാക്കിയിട്ട് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ മറ്റേ മാക്സിക്ക് ഞാൻ അങ്ങനെ പറയാറുണ്ടല്ലോ നിങ്ങളോട്, നിങ്ങൾ എൻ്റെ അടുത്ത് 550 എടുത്താലും 750 വരെ വിൽക്കാം. ചില നാട്ടുകാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് 750 വരെ വിറ്റാലും അതിൽ കംപ്ലൈൻ്റ് ഒന്നും വരില്ല.
ഇത് വന്നിട്ട് ഒരു ലൈറ്റ് പിങ്ക് റോസ്, ഇത്ര ഡാർക്കില്ല, ഒന്നും കൂടി ലൈറ്റാണ്. ഡിസൈൻ കണ്ടെങ്കിൽ ഇനി വന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 11:30-12 മണിക്ക് വീഡിയോ ഇടുന്നു. എല്ലാവരും കട്ട വെയിറ്റിങ്ങിനെ കുറേ ആൾക്കാർ. പക്ഷെ സോറി, ആ സമയത്ത് ഇടാൻ പറ്റും തോന്നുന്നില്ല, അത്രയും പാക്കിങ്ങിലാണ്. അതുകൊണ്ടാണ് ഇതാ. പിന്നെ ഇതൊക്കെ ഒരു വെറൈറ്റി കളേഴ്സ് ആട്ടോ. എനിക്ക് കളർ ഓരോന്നും തുറക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞാൻ സെലക്ട് ചെയ്ത കളർ തന്നെയാണ് ഒക്കെ. എന്നാലും ആ മടക്കി വെച്ച് കണ്ടതിനേക്കാളും ഇങ്ങനെ നിവൃത്തി കാണുമ്പോഴേ സെയിം കളറാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി കളറാണ്. സോഫ്റ്റ് കോട്ടൺ ആണിത്, നല്ല കോട്ടൺ ആണ്, അല്ലാതെ പിന്നെ പോളിസ്റ്റർ മിക്സിങ്. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ചുരുങ്ങല്ല, കളർ പോവുമോ അങ്ങനെ ആവുമോ ഇങ്ങനെ. കോട്ടൺ എന്ന് പറഞ്ഞ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കളർ പോകും. പക്ഷെ നിരക്കരുത്, നിരച്ചാൽ അത് കംപ്ലൈൻ്റ് ആണ്. ഫസ്റ്റ് അലക്കൽ തന്നെ കളർ പോയിട്ട് നിരച്ച് കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആണ്. പക്ഷേ കളർ പോയി വെച്ചാൽ അത് കംപ്ലൈൻ്റ് അല്ല. കോട്ടൺ ആകുമ്പോൾ കളർ അങ്ങനെ പോയി കൊടുക്കും. ഓരോ അലക്കലിന് ചില നെറ്റി ചിലപ്പോൾ കീറുന്നവരെ കളർ പോയി കൊടുക്കും, പക്ഷെ നിരക്കൂല. അതാണ് കോട്ടൺ. ഈ പോളിസ്റ്റർ മിക്സാക്കി വരുന്ന കുറച്ച് തുണികളുണ്ട്, കളറും പോവില്ല, നിരക്കുമില്ല, കീറുമില്ല, ഈ കുറഞ്ഞ വിലക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ അത് കോട്ടൺ അല്ല. കോട്ടൺ ആകുമ്പോൾ കുറച്ച് കാലം യൂസ് ചെയ്താൽ കുറച്ച് കീറാൻ തുടങ്ങും, അല്ലെങ്കിൽ കളർ പോകാൻ തുടങ്ങും. ഇതുണ്ടല്ലേ, നല്ലൊരു ചെറുപയർ പച്ചേൻ്റെ ലൈറ്റ്. നമ്മളൊക്കെ വെറൈറ്റി കളേഴ്സാണ്. ഒരു ചെറുപയർ പച്ചേൻ്റെ ലൈറ്റ് 230 രൂപ. ഡാർക്ക് നല്ലൊരു ഗ്രീനാണ്. കട്ട പച്ച എന്നും പറയാൻ പറ്റില്ല, ലൈറ്റ് പച്ച എന്നും പറയാൻ പറ്റില്ല, പച്ച എന്ന് പറഞ്ഞിട്ട് നിർത്താം. 230 രൂപ കേട്ടോ. നല്ല ഭംഗിയുണ്ട്, എല്ലാം നല്ല 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 കളേഴ്സാണ്. നല്ലൊരു പച്ച. ഇനി വന്നിട്ട് ഇവരിതിലൊന്നും സൈസ് എഴുതിയിട്ടില്ല. ഞാൻ ഏതൊക്കെയോ സൈസൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ സൈസ് എഴുതിയിട്ടില്ല. ഇപ്പോൾ ഫോണുമ്പോൾ നോക്കാനും വയ്യ. അപ്പോൾ നല്ല കോട്ടൺ ആട്ടോ, നല്ല കോട്ടനാണ് വരുന്നത്. ഇത് കുറച്ച് വീതി ഉണ്ട് തോന്നുന്നു. ഇത് വന്നിട്ട് നല്ല ഭംഗിയിലാണ്, എംബ്രോയ്ഡറി കൈ ഇറക്കം ഇതൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് 210 ആണ് കേട്ടോ. മറ്റേത് 230 ആണെങ്കിൽ ഇത് 210 ആണ്. ഇതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് 50 രൂപ കേട്ടോ. ഇതൊക്കെ വിരിച്ചിലൊക്കെ കണക്ക് തന്നെയാണ്. 22, 24 അങ്ങനെയൊക്കെ വരുന്നത് തന്നെയാണ് കേട്ടോ. 56 സൈസാണ്. 56 സൈസ് മാക്സി എടുക്കുന്നവർ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. 56 സൈസ് മാക്സിയാണ്. ഇത് ഓപ്പൺ ആക്കേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോൾ ഈ ഒരു കളറ് 210 ആണ്. ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു കളറ് 210 ആണ്. കാണിക്കാൻ പോണ ഐറ്റം 250 ആണ് കേട്ടോ. 250 ഇപ്പോൾ ഷിപ്പിംഗ് 50 രൂപ. ആ ഒരു ഐറ്റമാണ്. നെറ്റ് കളക്ഷൻ കാണാം. 215 ആണ്. നല്ലൊരു കട്ട ചോപ്പ്, നല്ല. ഇത് 24 ചെസ്റ്റ് ഉണ്ടാവും, താഴേക്ക് വിരിച്ചിലും ഉണ്ടാവും. ലെങ്ത്ത് വന്നിട്ട് 56 തന്നെയാണ് കേട്ടോ. ഞാൻ വേഗം കാണിച്ചു തരും. അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. 56 സൈസ് മാക്സി. ഇനി ചില ആൾക്കാർക്ക് ഇത്ര അവിടെ ഉണ്ടോക്കി ഇവിടെ എത്ര ഉണ്ടോ നോക്കി വരുമ്പോൾ ചിലപ്പോൾ ഞാൻ റിപ്ലൈ തരില്ല. അപ്പോൾ ഞാനൊരു ജാഡായിട്ട് തോന്നണ്ട. കാരണം ഈ സൈസ് പറഞ്ഞെടുക്കുന്നവർ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ സാധനം ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. യൂട്യൂബ് പ്ലസ് വാട്സപ്പാണ് എൻ്റെ ഒരു ബിസിനസ് വരുന്നത്. ഓക്കെ, അപ്പോൾ കാരണം വെച്ചാൽ വാട്സപ്പിൽ എനിക്ക് വേണമെങ്കിൽ അതിൽ മെഷർ ചെയ്ത് പോയാൽ മതി, മടക്കിയൊരു ഫോട്ടോയും കൊടുത്താൽ മതി. പക്ഷെ അതിനപ്പുറം ഞാൻ അവിടെയും കൂടി കാണിട്ട് നമുക്ക് ഒന്നും കൂടി കാര്യം വ്യക്തമാവുള്ള. എന്നിട്ടും മനസ്സിലാവാത്തവരോട് എനിക്ക് ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് വീഡിയോ ലോങ് ആവുന്നത്. അപ്പോൾ അതും കുറേ പ്രശ്നങ്ങൾ. പിന്നെ ഇത് നടത്തുമ്പോൾ വെറും കച്ചവടം മാത്രമല്ല, എനിക്കൊരു മനസ്സിനൊരു റിലാക്സും കൂടിയാണ് നിങ്ങളോടൊക്കെ സംസാരിച്ച് ചിരിച്ചു ചെയ്യുമ്പോൾ. ഇപ്പോൾ അതും വേണ്ടെന്നാണ് കുറേ ആളുകൾ പറയുന്നത്. പിന്നെന്താ ഞാൻ ചെയ്യുക? ഒരു ഫാമിലി വ്ളോഗിൻ്റെ ഒപ്പം ബിസിനസ് എന്നൊക്കെ തന്നെ ഞാനും വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് റെഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ്. കണ്ടില്ലേ, 56 സൈസ് വരുന്നുണ്ട്. ഒരു കളറ്. പ്രിൻറ്റും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം ഞാനിത് ഒരേ സെറ്റിലൊന്നല്ല എടുക്കുന്നത്. ഈ ഒരു പ്രിൻറ്റും ആ ഒരു പ്രിൻറ്റിലാണ് ഇനി വരുന്നത്. ഇതൊരു ബ്ലാക്കാണ്, ബ്ലാക്കിൽ വരുന്നതാണ്. മറ്റേതുപോലെയല്ല, കുറച്ചും കൂടി ഒരു കട്ടി തോന്നുന്നു. മറ്റേത് കുഴഞ്ഞൊരു തുണി 250 രൂപ. പച്ച, സെയിം ഡിസൈനിലൊരു പച്ച കേട്ടോ, കട്ട പച്ചയാണ്, ചാണകപ്പച്ച, കട്ട ചാണകപ്പച്ച. 250 രൂപ. പച്ചയുണ്ട്, ചാണകപ്പച്ചയാണ്.
യൂണിറ്റിൽ നിന്ന് പിക്ചർ ഇട്ട് കിട്ടിയിട്ടുമില്ല. ഇത് വന്നിട്ട് വേറെ ഡിസൈന്, സെയിം കളർ തന്നെയാണ്, പക്ഷെ വേറെ ഡിസൈൻ കണ്ടില്ല നിങ്ങൾ? വെയിലമ്മാവ പോവല്ലേ. ഇത് വന്നിട്ട് വേറെ ഡിസൈനാണ്. അത്യാവശ്യം വിരിച്ചിലുണ്ട്, മറ്റതുപോലെ ഷേപ്പല്ല. ഷോൾ മാക്സി നല്ല ഷേപ്പായിട്ടില്ല വരുന്നത്. ഇത് വന്നിട്ട് കട്ട മെറൂണാണ്, ലൈറ്റ് അല്ല, നല്ല കട്ട മെറൂണാണ്. ഈ പ്രിൻ്റൊന്നും പോകുന്നതല്ല കേട്ടോ, കാരണം ഇപ്പോൾ ഈ നെറ്റിയിലൊക്കെ ഇങ്ങനത്തെ പ്രിൻ്റുകൾ തന്നെ കൊടുക്കുന്നത്, പോകുന്ന പ്രിൻ്റൊന്നല്ല. കട്ട മെറൂണിലൊന്ന് നമ്മൾ ആദ്യം റെഡ് കണ്ടില്ലേ, അതിൻ്റെ അതേ സെയിം പ്രിൻ്റിൽ വരുന്നതാണ്. ഇതൊരു കാപ്പിപ്പൊടി കളറാണ്, പക്ഷെ ലൈറ്റ് കാപ്പിപ്പൊടിയാണ്. ഇനി വന്നിട്ടൊരു കട്ടപ്പച്ച. എൻ്റെ ഉമ്മാൻ്റെ ഫേവറേറ്റ് കളറാണ് ഗ്രീന്. ഇത് നല്ലൊരു പച്ച, മറ്റേത് ഞാൻ വല്ല ചാണകപ്പച്ചയുടെ ഒരു ഡാർക്ക് ലൈറ്റൊക്കെ വന്നാൽ ഇത് ഒറിജിനൽ പച്ച, ഇലയുടെ പച്ച. ഓക്കെ, ഇത് സെയിം അല്ലേ, നമ്മൾ കാണിച്ചു തന്ന സെയിം നെക്കല്ലേ ആണിത്. റെഡിൻ്റെ സെയിം അതന്നെ, ഓരോന്നോരോ നിർത്താൻ മതി പറഞ്ഞിട്ട്. ഇത് വന്നിട്ട് വേറൊരു പച്ച. ഇത് നമ്മൾ പൊളിച്ചോ കേസ്. ₹250. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിക്കുക. അവൈലബിളിൻ്റെ പിക്ക് വരും. അപ്പം നിങ്ങൾ സാധാരണ ഓൺലൈൻ ഗ്രൂപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഫോട്ടോ എനിക്ക് വിട്ടെന്നാൽ മതി. എന്നിട്ട് എത്ര പീസും ഉണ്ടാവും അത് നിങ്ങൾ അടിയൊന്നും കൂടേണ്ട ആവശ്യമില്ല. തീർന്നാൽ ഞാൻ ഗ്രൂപ്പിൽ സ്റ്റോക്ക് ഔട്ട് ഇടും. ഇതേപോലെ വീഡിയോ കാണിക്കുന്ന മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ പുതിയ ഐറ്റംസ് ഇങ്ങനെ പൊളിക്കുന്നതാണല്ലേ, അതൊക്കെ ഒരു 3-4 ദിവസമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. 3-4 ദിവസത്തിന് ശേഷം ഈ വീഡിയോ കാണുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട കാര്യമല്ല. ഇത് നേരെ ലിങ്ക് അയച്ചിട്ട് ഇതിൽ സാധനങ്ങൾ ഉണ്ടോ ചോദിച്ചാൽ മതി. അല്ലാതെ കുറേ സ്ക്രീൻഷോട്ടായിട്ട് വെറുതെ ഗാലറി ഇങ്ങോട്ട് തന്നെ ഇറക്കാൻ അത് ആവശ്യമില്ല. ഒരു 2 ദിവസത്തിനുള്ളിലൊക്കെയാണ് ഇങ്ങനത്തെ പുതിയ ഐറ്റംസ് ചോദിക്കുക. അല്ലേ, നല്ലൊരു റെഡാണ് പ്രിൻ്റ് വന്നത്. റീസെല്ലിങ് ഓപ്ഷനൊക്കെ ഉണ്ട്, പക്ഷെ പോസ്റ്റ് റീസെല്ലിങ്ങിൽ അവൈലബിൾ അല്ല. കാരണം പോസ്റ്റ് ഫ്രം അഡ്രസ്സ് ഒക്കെ അവരുടെ ഫുൾ എഴുതണം, അതിന് ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രം നിങ്ങൾ DTDCയിൽ നിങ്ങളൊരു ബോട്ടിക്കിൻ്റെ പേരും നിങ്ങളുടെ നമ്പറും കൊടുത്തുകൊണ്ട് റീസെല്ലിങ് അവൈലബിൾ ആണ്. 5 പീസ് കൂടുതൽ എടുത്തവർക്ക് ലെസ് ഉണ്ട് കേട്ടോ. ഈ ഐറ്റം അല്ല കേട്ടോ, ഈ ഐറ്റത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ താത്ത അത് 10-നെടുത്ത് എത്രയ്ക്ക് തരുന്നൊന്നും ചോദിച്ചു വരണ്ട, ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് വന്നിട്ടൊരു റോസാണ്, അല്ല ഇത് വന്നിട്ടൊരു റെഡാണ്, ലൈറ്റ് റെഡ്. അപ്പോൾ കണ്ടല്ലോ, ആവശ്യക്കാർ മൊത്തം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ നമ്പറിലേക്ക് വന്നാൽ മതി. വേണമെങ്കിൽ മാത്രം ഇതിൻ്റെ വീതി നീളം ഒന്നും കൂടി പറഞ്ഞു ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ മൈൻഡ് ആക്കില്ല. ദേഷ്യം കാരണമല്ല, കാരണം വേറെ തന്നെ അത്യാവശ്യക്കാർക്ക് പൈസ ഇട്ടവർക്ക് തന്നെ റിപ്ലൈ കൊടുക്കാണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതല്ല ഞാൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ ഐറ്റംസ് അല്ല നമ്മൾ വീഡിയോയിൽ അധികം ഉണ്ടാവുക. ഇത് കുറച്ച് ആൾക്കാരുടെ ഇതിന്നൊക്കെ സെറ്റ് കുറച്ച് ആൾക്കാർ എടുത്തതാണ്. അങ്ങനെയാണ് ഇത് എൻ്റെ അടുത്ത് ബാലൻസ് ആയി വന്നത്. അതാണ് എനിക്കിത് നഷ്ടമാണ്. ഇങ്ങനെ എല്ലാവരും കുറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് 4, 7, 6 സെറ്റ് വെച്ചിട്ട് ഫോട്ടോ തരാം. അപ്പോൾ അത് മൊത്തം ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് അതിന് ഓരോരുത്തർക്ക് വേണ്ട അയച്ചു കൊടുത്ത്. എന്നാൽ തന്നെ ആർക്കൊക്കെ എന്തൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. ഇത്രയും പീസ് അങ്ങനെ എൻ്റെ കയ്യിൽ വന്ന് പെട്ട കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഐറ്റം കോട്ടൺ ആണെങ്കിലും ഇങ്ങനത്തതാണ്. എപ്പോൾ വന്നാലും ഇനിയിപ്പോൾ ഇതേ പ്രിൻ്റ് ഇല്ലെങ്കിലും ഈ ഒരു കോട്ടണിൻ്റെ കളക്ഷൻസ് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഇന്ന് തന്നെ ഇട്ട് തരണം അങ്ങനെയല്ല. അതായത് യൂണിറ്റിന് സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഫോട്ടോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ 1 ദിവസമോ 2 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് 390, 370 ആ റേഞ്ചിലെ കോട്ടനാണ് ഈ ഒരു ഐറ്റം. ഈ ഒരു കമ്പനി മാക്സിയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് രണ്ടും എൻ്റെ അടുത്ത് ബാലൻസ് ഉള്ളതാണ് കേട്ടോ, മെറൂൺ ലൈനും. ഞാൻ ഇതിന് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിന് ഇത് രണ്ടും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയാണ് ഞാൻ ചെയ്യുന്നത്, കോട്ടണിൽ ചെയ്യുന്നത് ഇങ്ങനത്തെയാണ്. പിന്നെ ആദ്യം കണ്ട പോലത്തെ ഷോൾ മാക്സി ഞാൻ ചെയ്യുന്നത് 550 രൂപേൻ്റെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് എപ്പോൾ വന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഉണ്ടാവും. സെയിം പ്രിൻ്റ് ഡിസൈൻ നല്ല പറഞ്ഞത്. ഇങ്ങനത്തെ ഐറ്റംസ് ഇങ്ങനത്തെ ഈ തുണിയിൽ 550 മാക്സി ഏത് മോഡൽ വേണമെങ്കിലും കാണിച്ചു തരാൻ പറയണ്ടാവും. ചിലപ്പോൾ വേണമെങ്കിൽ സ്റ്റോക്ക് തീർന്നൊരു ദിവസമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ഇട്ടാക്കുള്ളൂ. നിങ്ങൾക്ക് നേരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ ഇങ്ങനത്തൊക്കെ വേണമെന്നുള്ളവർ. മനസ്സിലായോ? ഇതും ഇറക്കി കൊടുക്കുന്നുണ്ട് ചെറിയൊരു ലെസ് കേട്ടോ. ഇതിനും വലിയ ലെസ് കൊടുക്കാൻ പറ്റില്ല, മാക്സി അല്ലേ. ഓൾറെഡി ഞാൻ 550 കൊടുക്കുന്നത്. ഇങ്ങനത്തെയാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ. പിന്നെ നമ്മൾ പ്ലെയിൻ മാക്സി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന മാക്സി വേറെ ഒന്നാണിത്. ഇത് ഷോളില്ല, പക്ഷേ ഇതിനും 550 രൂപ ഉണ്ട്. റയോണിലാണ്, ഇമ്പോർട്ടഡ് റയോണിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് ദുബായ് മാക്സി എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ദുബായ് ക്ലോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടില്ലേ,
ഇന്നൊക്കെ കസ്റ്റമേഴ്സ് എടുത്താട്ടോ. അതിൻ്റെ മുന്തിരി കളർ ഉണ്ടോ നോക്കണം. അത്ര തന്നെ. ഇങ്ങനത്തെ ക്ലോത്ത്, ഇങ്ങനത്തെ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് ഇട്ട് തന്ന കളക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ സാധനം ഇട്ടുതരും. പക്ഷെ എന്നെ ഇടങ്ങേറാക്കരുത്. താത്ത വന്നാൽ അപ്പം ഞങ്ങൾക്ക് ഇട്ടുതരും. ഞാൻ മറന്നു പോകുന്നില്ല. നല്ല കയ്യിറക്കും. ഇന്ന് ഡബിൾ വീതി വരുന്ന നെറ്റ് കേട്ടോ. ഇങ്ങനത്തെ കളക്ഷൻ ഇതൊക്കെ ഓരോരുത്തർ എടുത്താണ്. ഇങ്ങനത്തെ കളക്ഷൻസ് ഇനിയും വരുന്നുണ്ട്. അടുത്ത ആഴ്ച വേണമെന്നുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി ഗ്രൂപ്പൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, യൂട്യൂബ് കാണാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ എനിക്ക് താത്ത കാണിച്ചെന്ന് അങ്ങനത്തെ ഈ 550 രൂപ വിലയിൽ ഷോൾ ഇല്ലാത്ത ഇങ്ങനത്തെ ഇമ്പോർട്ട് ആയിട്ടുള്ള ഡബിൾ മാക്സി എനിക്ക് വേണം. പൈസ എത്രയാണ്, അതിൻ്റെ എത്ര വേണം എന്ന് ചോദിച്ചിട്ട് അതിന് പേയ്മെൻറ്റ് ഇട്ടോളൂ. ഫസ്റ്റ് കളക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഇനി ഗ്രൂപ്പിലിട്ടാലും ഫസ്റ്റ് നിങ്ങളെ സെലക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. എൻ്റെ നമ്പർ 8089971700. 2 ദിവസത്തേക്ക് ഇരുന്ന് ചെയ്യാൻ മാത്രമുള്ള വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പിൽ അവർ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി കൊടുക്കുക എന്നല്ലാതെ മറ്റുള്ളവർക്ക് ഞാൻ മറുപടി കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി ഞാൻ അവനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരു 3 ദിവസം കൂടി വെയിറ്റിംഗ് ഉണ്ട് താത്ത, എന്നാലേ കിട്ടുള്ളൂ ഇനി പുതിയ ഐറ്റംസ് എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെവർക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ നിർബന്ധമില്ല, ഗ്രൂപ്പിൽ നിന്ന് എടുത്താൽ മതി. പക്ഷെ ചിലർക്കൊരു ബേജാറാണ്, കിട്ടൂലേ എനിക്ക് നെയ്റ്റ് വേണം. ആ ബേജാറുകളോടാണ് ഞാൻ പറയുന്നത്. കുറച്ച് ബേജാർ സിംഗുകളുണ്ട്, റബ്ബോ ഐറ്റിങ്ങളോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വേറെ ഒന്നുമല്ല. സൈനത്താനെയും മറിയത്താനെയും സൂറാത്താനെയും ഫൗസിത്താനെയും ഒന്നും ഇപ്പോൾ കാണുന്നില്ല. ലിജീനെയും വിനുവിനെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. എല്ലാവരും അവിടെ പോയി. ഇന്ന് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ഇട്ടത്. അതുകൊണ്ട് ഞാൻ മോളോട് ഒരു സമയം മാറ്റി ഇടേണ്ട, ആരും കാണുന്നില്ല എന്ന്. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ഇത് ഇടുള്ളൂ. ഇന്ന് രാവിലെ ഇടണമെന്ന് വെച്ചാൽ നടന്നില്ല, നല്ല വെയിലുണ്ട് ഇവിടെ. പിന്നെ അത് വൈകുന്നേരത്തേക്ക് എഡിറ്റ് ചെയ്ത് ഇടുള്ളൂ. എനിക്ക് കുറേ പാക്കിംഗ് ഉണ്ട്. പിന്നെ വെറുതെ നിങ്ങൾ വിളിക്കേണ്ട. നിങ്ങളൊരു ഓൺലൈൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എങ്ങനെ വിളിച്ചു കൊടുക്കൂലല്ലോ. ഗ്രൂപ്പിൽ സാധനം കണ്ട് ഇട്ട് കൊടുക്കും. അതെനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ അറിയാൻ വേണ്ടി ഒരു മിസ് കോൾ അടിച്ചിട്ടാൽ മതി. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. നിങ്ങൾ സാധനം കിട്ടിയില്ല അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് ഡിലേ ആവും എൻ്റെ സാധനങ്ങൾ. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത് കാരണം ഹോൾസെയിൽ പോലെ ചെയ്യുന്നതാണ്. അത്യാവശ്യം ഐറ്റംസ് ഓർഡർ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഒരു സ്റ്റാഫോ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ തന്നെയാണ് എല്ലാം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ഓർഡർ ചെയ്താൽ ഒരു 7 ദിവസമൊക്കെ എനിക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളവർ മാത്രം സാധനം എടുത്താൽ മതി കേട്ടോ. എല്ലാ ഓപ്ഷനും താത്ത തരുന്നുണ്ട്. അഥവാ നീ മിസ്റ്റേക്ക് പറ്റിയ റീഫണ്ട് ഓപ്ഷൻ, എക്സ്ചേഞ്ച് ഓപ്ഷൻ ഒക്കെ നമ്മൾ മിസ്റ്റേക്ക് പറ്റിയാൽ തരുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര ബേജാറാവുന്നത്, സങ്കടപ്പെടുന്ന കാര്യം. അപ്പോൾ ഇപ്പോൾ പോവുകയാണ്, വേറെ ഒന്നുമില്ലയെന്ന് വിചാരിക്കുന്നു. വൈൻഡപ്പ് ചെയ്യാണ്. താഴെ തൊട്ടുമോളും മമ്മൂസും താഴെ ഉണ്ട്. ഇനി കുട്ടു ചിലപ്പോൾ വരും വയനാട്ടിൽ നിന്ന്. ഈ ക്രിസ്മസ് ലീവ് ആയല്ലോ, മോൻ അവിടെയാണ് പഠിക്കുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ വയനാട്ടിൽ അങ്ങോട്ടേക്ക് പോകും, വേറെ ചെറിയൊരു ആവശ്യമുണ്ട്. എന്നാൽ ശരി കേട്ടോ. നിങ്ങളോട് ഇതൊക്കെ പറയണുണ്ട്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ തത്ത സംസാരം കുറക്കുക അറിയും. എനിക്ക് എൻ്റെ ഒരു ശൈലി ഉണ്ട്, അതിനേ എനിക്ക് കഴിയുള്ളൂ. ബിസിനസ് വേണം, വേണ്ടെന്നല്ല. എന്നാൽ തന്നെ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. അത്യാവശ്യം ആളുകൾ എൻ്റെ അടുത്തുണ്ട്. എന്നാലും എന്നിട്ട് തന്നെ ആർക്കൊക്കെ മറുപടി കൊടുക്കാണ്ട്. ഏതായാലും വേണ്ടി നിർത്താം. നമുക്ക് സംസാരിക്കാനായിട്ട് പിന്നൊരു വീഡിയോ ചെയ്യാം. അതിൽ ഹെഡിങ് കൊടുക്കുക സംസാരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ അതിന് താല്പര്യമുള്ളവരോട്ട് വന്നാൽ മതി. പോട്ടെ. അസ്സലാമു അലൈക്കും. പ്രാർത്ഥിക്കണേ, ദുആ ചെയ്യണേ. പാവം താത്തയാണ്, ഒരു ദുആ ചെയ്യട്ടോ. അസ്സലാമു അലൈക്കും.